ഹായ് ഗേയ്സ്, ഞാനിന്ന് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന മലയോര ഗ്രാമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലോട് 62ാമത് മേള നടക്കുകയാണ്. ഇന്ന് അതിൻ്റെ അവസാന ദിവസമാണ്. 10 ദിവസം നീണ്ടു നിന്ന ആ മേളയിലെ അവസാനവട്ട ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. 61 വർഷങ്ങൾക്ക് മുമ്പ് പാലോട് എന്ന മലയോര ഗ്രാമത്തിലെ ഒരു കൂട്ടം കർഷകരുടെ കൂട്ടായ്മയാണ് കന്നുകാലിച്ചന്ത എന്ന ആശയത്തിന് പിന്നിൽ. ആ കന്നുകാലിച്ചന്തയാണ് കാലത്തോടൊപ്പം വളർന്ന് ഇന്നത്തെ പാലോടിൻ്റെ മഹാമേളയായി മാറിയിരിക്കുന്നത്. കാർഷിക, സാംസ്കാരിക, കലാകായിക, വിനോദസഞ്ചാര മേളയായിട്ടാണ് ഇന്നിപ്പോൾ പാലോട് മേള അറിയപ്പെടുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ മേളയാണിത്. ഈ മേളയുടെ പ്രത്യേകത കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതികൾക്കും അതീതമായി മനുഷ്യരെല്ലാം ഒന്നിച്ചുകൂടുന്ന ഒരു മേള കൂടിയാണ് പാലോട് മേള. കൈത്തറി വാങ്ങാം, കൈത്തറി 50 രൂപ, കൈത്തറി തോർത്ത് 50 രൂപ. കാർഷിക മേളയിലെ നൂതനമായ പ്രവണതകളും പരീക്ഷണങ്ങളുമൊക്കെ ഈ മേളയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് ഏറ്റവും ആധുനികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ, കലാപ്രകടനങ്ങൾ, ആവിഷ്കാരങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയാണ്. 100 രൂപ ചെടിച്ചട്ടികൾ 300, 400, 500, 600. 3 മുറ 100 രൂപ ചെടിച്ചട്ടികൾ 300, 400, 500, 600. 3 മുറ 100 രൂപ ചെടിച്ചട്ടികൾ 300, 400, 500. ഹൽവയൊക്കെ വിവിധ ടേസ്റ്റുകൾ, അരി ഹൽവ, ചക്ക ഹൽവ, പാല് ഹൽവയൊക്കെ മേടിക്കാം. ഹൽവയൊക്കെ വിവിധ ടേസ്റ്റുകൾ മേടിക്കാം. ആ കാണുമ്പോൾ മേടിച്ചാൽ തോന്നുമ്പോൾ തിന്നാം. ഹൽവയൊക്കെ വിവിധ ടേസ്റ്റുകൾ, ഹൽവയൊക്കെ മേടിച്ചു. അരി ഹൽവ, ചക്ക ഹൽവ, പാൽ ഹൽവ. കുഞ്ഞുമക്കളെ രസകരമായിട്ട് പഠിപ്പിക്കാം, എഴുതിക്കാം, കളറിങ് ചെയ്യാം. ഈ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. ഇനി അവർ വരച്ചു വെച്ചോട്ടെ, നിങ്ങൾ ഡിസ്പോസ് ചെയ്യും. നമുക്കിത് മായ്ച്ച് രസകരമായിട്ട് യൂസ് ചെയ്യാം. ഇത് ഷോപ്പുകൾക്ക് സപ്ലൈ ഇല്ല. 16 പേജിലും വെറൈറ്റി പടങ്ങളാണ്. ക്വാളിറ്റിയുടെ ബുക്കാണ്. നമ്മൾ ഇവിടെ തീരുന്നത് കൊണ്ട് മാത്രം, നാളെ തീരുവാണ്, ഓഫറിൽ തരുവാണ്. 150 രൂപ. മായ്ച്ച് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ബുക്ക് നോക്കിയാൽ എഴുതി വരച്ച് പഠിക്കാം, മായ്ച്ച് യൂസ് ചെയ്യാം. നാടിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ വിളംബരമായിട്ടുള്ള നാടൻ കലാരൂപങ്ങൾ, നാട്ടുകാരുടെ കലാരൂപങ്ങൾ, കലാപ്രകടനങ്ങൾ എല്ലാം ഈ നാടിൻ്റെ മേളയുടെ പ്രത്യേകതയാണ്. നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരുടെ ഏകദേശം മാസങ്ങളോളമുള്ള അധ്വാനമാണ് ഈ മേളയെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. കരിപ്പെട്ടി എല്ലാവർക്കും കഴിക്കാവുന്നത് അതുകൊണ്ടാണ്. കഷായങ്ങളും അരിഷ്ടങ്ങളും ലേഹ്യങ്ങളും മാസവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് കരിപ്പെട്ടി കൊണ്ടാണ്. ചക്കരക്കാപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും കുടിക്കാവുന്നതാണ്. ഒരു ജലദോഷം ഉണ്ടാകുമ്പോൾ, തൊണ്ടവേദന ഉണ്ടാകുമ്പോൾ, കഫക്കെട്ട് ഉണ്ടാകുമ്പോൾ, നീർവീഴ്ച പനി പിടിപെടുമ്പോൾ നമ്മുടെ അമ്മമാർ നമുക്കൊരു കാപ്പി ഉണ്ടാക്കി തരുമായിരുന്നു. വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന കൃഷ്ണതുളസി പറിച്ച് പനിക്കൂർക്കയുടെ ഇലയിട്ട് ചുക്കും കുരുമുളകും ഇടിച്ചിട്ടുണ്ടാക്കി തരുന്ന ചുക്ക് കാപ്പി. ചക്രയുടെ ഉപയോഗം കുറയുകയും ചെയ്തപ്പോൾ ഷുഗറിന്റെ രോഗം കൂടി നമുക്ക് പിടിപെട്ടു.
അടുത്ത് വന്ന് ലേശമൊന്ന് സാമ്പിളൊന്ന് കഴിച്ചു. കരിപ്പെട്ടിയാണ്, ചുക്ക് കരിപ്പെട്ടി. ഇതിൽ കുരുമുളകുണ്ട്, ചുക്കുണ്ട്, പരിക്കൂർക്ക, പനങ്കൽക്കണ്ടം, ജീരകം, അയമോദകം, കൃഷ്ണതുളസിയൊക്കെ ചേർത്തത്. കരിപ്പെട്ടി എന്നത് കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന ശർക്കരയോ പഞ്ചസാരയോ പോലെയല്ല, കരിമ്പിലയിൽ നിന്നുണ്ടാക്കുന്നതാണ്. കരിമ്പിലയുടെ കുല ചെത്തുന്നതിന് മുമ്പ് ആ കുലയ്ക്ക് ചുറ്റിലും ചുണ്ണാമ്പ് തേക്കും. പിന്നീട് ഊറി വരുന്നതിനെ അക്കാനി എന്ന് പറയും. അക്കാനി വറ്റിച്ച് മാതാളിയാക്കി മാതാളി കുറുക്കിയെടുക്കുന്നതാണ് കരിപ്പെട്ടി. അണ്ട നമ്മുടെ പഴയകാല മുട്ടായികളാണ്. മറ്റേ സീർട്ട് മുട്ടായിയൊക്കെ ഉണ്ട്. സീർട്ട് തേൻ മുട്ടായി, ജീരക മുട്ടായി എല്ലാം ഉണ്ടാ. ഈ ഒരു സാധനം ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാതെ ഇരിക്കുന്നു. ആപ്പിളിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഇത് കടലയുടെ പല കളറിലുള്ള മുട്ടായി, ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതുണ്ട് പുളിമുട്ടായി, അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് പുളിമുട്ടായി. അത് ഞാനൊക്കെ സ്കൂളിൽ ചെറുപ്പത്തിൽ ഞാൻ പോകുമ്പോൾ 3 കിലോമീറ്ററോളം വീട്ടിൽ നിന്ന് നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വഴിയിൽ നിന്നൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഈ പറങ്ങാണ്ടി കിട്ടും. പറങ്ങാണ്ടികൾ കിട്ടുന്നതൊക്കെ നമ്മൾ പറക്കി വെച്ചിട്ട് റോഡ് സൈഡിൽ ചെറിയ മാടക്കടയൊക്കെ ഉണ്ട്, ചെറിയ തുണി കൊണ്ടൊക്കെ വിരിച്ചതൊക്കെ. അപ്പം അതിനകത്ത് നമ്മൾ ഈ പറയുന്ന 3-4 കൈ കിട്ടുന്ന പറങ്ങാണ്ടികളെല്ലാം അവിടെ കൊടുത്തിട്ട് അവിടുന്ന് നമ്മൾ തേൻ മുട്ടായിയൊക്കെ മേടിച്ച് കഴിക്കുമായിരുന്നു. എടുക്കുന്ന ഏതൊരു പടമാണെങ്കിലും ആ ചിത്രത്തിനോ ഡ്രോയിങ്ങിനോ മാപ്പിനോ ആർട്ടിനോ ഇത് പ്രകൃതിയെ സംബന്ധിച്ച്, പരിസ്ഥിതിയെ സംബന്ധിച്ച്, ശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രകാരന്മാരോട് പറയാം. അത് കുട്ടികൾക്ക് ആവശ്യമുള്ള ഏത് പടമാണെങ്കിലും അതിൻ്റെ വലുപ്പം അനുസരിച്ച് റബ്ബർ തുടയ്ക്കുക. ഈ പടം വരേണ്ടത് ഈ റബ്ബർ തുടച്ചെടുത്തായിരിക്കണം. ഇനി മിനുസമുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഇതുപോലെ ഒരു പൈസയോ സ്പൂണോ കൊണ്ടെന്ന് അമർത്തിയാൽ ഒരു ഫോട്ടോസായിട്ട് എടുക്കുന്നതിന് തുല്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള ചിത്രങ്ങളും ആർട്ടുകളും ഈ റബ്ബർ കൊണ്ട് പകർത്തിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ വില 20 രൂപയാണ്. 3 റബ്ബർ 50 രൂപയാണ്. 1000-ഓളം പടങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർത്തിയെടുക്കാൻ കഴിയും. ചിറയിൽ സോളാർ പവർടെക് എന്ന ഈ സ്ഥാപനം വഴിയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കിലോ വാട്ട് മുതൽ ആണ് ഇതിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 3 കിലോ വാട്ട് മുതൽ നമുക്ക് കസ്റ്റമറിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് അനുസരിച്ചിട്ടുള്ള റേറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഏത് ഗ്രിഡാണോ ആവശ്യം അതനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഗാർഡ് ആകുമ്പോഴത്തേക്ക് സർവീസും മറ്റുള്ള കാര്യങ്ങളും പ്രോംപ്റ്റായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ കസ്റ്റമറിന് സർവീസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഓടേണ്ട കാര്യമില്ല. മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ആകുമ്പോഴത്തേക്ക് കമ്പനി നേരിട്ടുള്ള സർവീസൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നവർക്കായിരിക്കും അത് കൊടുക്കുന്നത്. ഇത് കമ്പനി നേരിട്ടുള്ള സർവീസും മറ്റുള്ള കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നു എന്ന് മാത്രമല്ല റീസണബിൾ ആയിട്ടായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. പാലോടുമേളയിലെ കാർഷിക പ്രദർശന സ്റ്റാളിലെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വലിയ തേങ്ങകൾ, അതുപോലെ അതിൻ്റെ കൂടെ കാച്ചിലും ചേമ്പും കപ്പയും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു മനോഹരമായ കാഴ്ചയും കാര്യങ്ങളുമായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ പുഞ്ചിരി ഗാർഡൻസിൻ്റെ, കൊട്ടാരക്കരയുള്ള പുഞ്ചിരി ഗാർഡൻസിൻ്റെ ആയിട്ടുള്ള ചെടികളും മറ്റ് പല വൃക്ഷങ്ങളുമായിട്ട് ഒരു വലിയൊരു സ്റ്റാളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള പൂക്കളും നല്ല രാത്രിയിലും ആ ലൈറ്റിൻ്റെ ഒരു വെട്ടവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയുള്ള നല്ലൊരു ഭംഗിയും കാര്യങ്ങളുള്ള ചെടികളും അതുപോലെ പൂക്കളും. അതുപോലെ നമുക്കിവിടെ പല വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചെറിയ തെങ്ങുകളും കാര്യങ്ങളൊക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് 2 കളർഫുള്ളായിട്ടുള്ള ചെറുകളൊക്കെ വെച്ചിട്ടുള്ള
വലിയൊരു ഫ്രെയിമുണ്ട്. അതിൻ്റെ മുമ്പിൽ നമുക്ക് സെൻട്രലിൽ നിന്ന് ഫോട്ടോയോ കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മൾ വീണ്ടും താഴേക്ക് തിരിച്ച് ഇറങ്ങുകയാണ്. തിരിച്ചിറങ്ങുന്ന വഴിക്കുള്ള കാഴ്ചയാണ് നമ്മൾ കിണറിനിടുന്ന വലയും കാര്യങ്ങളുമൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള മറ്റൊരു കാഴ്ചയായിരുന്നു നമ്മുടെ പൂക്കൾ, പ്ലാസ്റ്റിക് പൂക്കൾ. അത് ആ ലൈറ്റിന് നല്ല എല്ലാ കളറും അതിൻ്റെ ഭയങ്കരമായിട്ട് എന്താ പറയണ്ടേ, നമുക്ക് നല്ലൊരു ഭംഗി തോന്നുന്ന ഒരു പൂക്കളാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ റിബണുകൾ, തലയിൽ വെക്കുന്ന റിബൺ. കണ്ട കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൈറ്റിൻ്റെ വെട്ടത്തിലുള്ള ആ ഒരു ഭംഗിയാണ്. എത്ര നേരം ഞാൻ അവിടെ നല്ല തിരക്കാണ്, എന്നാലും ഞാൻ അവിടെ നിന്ന് ആ കളറിൻ്റെ മൊത്തം നമ്മൾ നോക്കി നിന്നു പോകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള റിബണുകൾ. അങ്ങനെ നമ്മൾ 2025 പാലോട് മേളയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് വീണ്ടും താഴെ വന്നിരിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.